വീണ്ടും പ്രകൃതിയുടെ മഹാദുരന്തം. ഉത്തരാഖണ്ഡിലെ ഉത്തരകാശിയിൽ വൻ മേഘവിസ്ഫോടനം. മിന്നൽ പ്രളയത്തിൽ നിരവധി ആളുകളും കെട്ടിടങ്ങളും ഒലിച്ചുപോയി. ഹർസിൽ മേഖലയിലെ ഖീർഗഡിൽ ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്നു. ധരാലി മാർക്കറ്റിൽ വൻ നാശനഷ്ടമാണ്. വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുന്നു. ജിഷ്ണു, ദൃശ്യങ്ങളിൽ കാണുമ്പോൾ തന്നെ ഭീകരമായ അവസ്ഥയാണ് നമുക്ക് അനുഭവപ്പെടുന്നത്. ഗ്രാമങ്ങൾ ഒലിച്ചു പോകുന്ന സാഹചര്യം. മേഘവിസ്ഫോടനം ഉത്തരാഖണ്ഡിനെ വലിയ നിലയിൽ ബാധിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾ ജിഷ്ണു കൃഷ്ണൻ. ഉത്തരകാശിയിലാണ് വൻ മേഘവിസ്ഫോടനവും മിന്നൽ പ്രളയവും ഉണ്ടായിട്ടുള്ളത്. നിലവിൽ പുറത്തു വരുന്ന ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ ആ അപകടത്തിന്റെ ഭീകരത ഭയാനകമായിട്ടുള്ള ദൃശ്യങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത്. ധരാലി മേഖലയിലാണ് മേഘവിസ്ഫോടനം ഉണ്ടായത്. ഇതേ തുടർന്ന് ഖീർഗഡിൽ ജലനിരപ്പ് ഉയർന്നു, മിന്നൽ പ്രളയം ഉണ്ടായി. അതിൽ നിരവധി കെട്ടിടങ്ങൾ, വീടുകളും ഹോട്ടലുകളും ഉൾപ്പെടെ നിരവധി കെട്ടിടങ്ങളാണ് ഒലിച്ചു പോയിട്ടുള്ളത്. ലഭ്യമാകുന്ന വിവരപ്രകാരം 60-നും 100-നും ഇടയിൽ ആളുകൾ ഇതിനോടകം കാണാതായിട്ടുണ്ട് എന്ന പ്രാഥമികമായ വിവരങ്ങളാണ് പുറത്തു വരുന്നത്. പോലീസും സൈന്യവും ദേശീയ ദുരന്ത നിവാരണ സേനയും ഇതിനോടകം തന്നെ രക്ഷാദൗത്യം ആരംഭിച്ചിട്ടുണ്ട്. ഒപ്പം ദേശീയ ദുരന്ത നിവാരണ സേനയുടെ കൂടുതൽ യൂണിറ്റുകൾ ഈ അപകടം നടന്ന സ്ഥലത്തേക്ക് അയച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി സ്ഥിതിഗതികൾ വിലയിരുത്തിയിട്ടുണ്ട്. കൂടാതെ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഈ അപകടവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിലവിൽ വിലയിരുത്തിയെന്നാണ് മനസ്സിലാക്കുന്നത്. ഉത്തരകാശിയിൽ ധരാലി മേഖലയിലാണ് വൻ മേഘവിസ്ഫോടനം ഉണ്ടായത്. തുടർന്ന് ഖീർഗഡിൽ ജലനിരപ്പ് ഉയരുകയും മേഘവിസ്ഫോടനവും മിന്നൽ പ്രളയവും പ്രദേശത്ത് വലിയ രീതിയിലുള്ള അപകടമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. നിരവധി കെട്ടിടങ്ങൾ ഒലിച്ചു പോയിട്ടുണ്ട്. വലിയ രീതിയിൽ ആളുകളെ കാണാതായിട്ടുണ്ട്. അതിന്റെ ഒരു കണക്കുകൾ സംബന്ധിച്ച് നമുക്കൊരു വ്യക്തത വരുത്തേണ്ടതുണ്ട്. പക്ഷേ ആദ്യഘട്ടത്തിൽ തന്നെ സൈന്യവും പോലീസും ദേശീയ ദുരന്ത നിവാരണ സേനയും ചേർന്നുകൊണ്ടാണ് ഇപ്പോൾ രക്ഷാദൗത്യം ആരംഭിച്ചിട്ടുള്ളത്. മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി സ്ഥിതിഗതികൾ വിലയിരുത്തിയിട്ടുണ്ട്. ഇതിനോടകം തന്നെ കഴിഞ്ഞ മണിക്കൂറുകളിൽ തന്നെ ഉത്തരാഖണ്ഡിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് ജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിരുന്നു. കാരണം കഴിഞ്ഞ മണിക്കൂറുകളിൽ കനത്ത മഴയാണ് ഉത്തരാഖണ്ഡിലെ ഉയർന്ന പ്രദേശങ്ങളിലെല്ലാം തന്നെ അനുഭവപ്പെട്ടിരുന്നത്. അതുകൊണ്ട് ഉയർന്ന പ്രദേശങ്ങളിൽ ആളുകൾ ജാഗ്രത പാലിക്കണമെന്നും, പ്രത്യേകിച്ച് ഉത്തരകാശി മേഖലയിൽ നേരത്തെ മേഘവിസ്ഫോടനവും ഇത്തരത്തിൽ മിന്നൽ പ്രളയവും റിപ്പോർട്ട് ചെയ്തിട്ടുള്ള പ്രദേശങ്ങളാണ്. അവിടങ്ങളിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിരുന്നു. ഉയർന്ന മേഖലകളിൽ നിന്ന്, അപകട സാധ്യതയുള്ള മേഖലകളിൽ നിന്ന് ആളുകൾ മാറി താമസിക്കുന്നതുൾപ്പെടെയുള്ള മുൻകരുതൽ നടപടികൾ സ്വീകരിച്ചിരുന്നു. എന്നിരുന്നാൽ പോലും വലിയ അപകടം, അതിൽ വലിയ രീതിയിൽ ആളുകളെ കാണാതായിട്ടുണ്ട്. ധരാലി മേഖലയിലാണ് വലിയ അപകടം ഉണ്ടായിട്ടുള്ളത്. അവിടെ ഒരു മാർക്കറ്റ് ഉൾപ്പെടുന്ന പ്രദേശം പൂർണ്ണമായും ഈ മിന്നൽ പ്രളയത്തിൽ ഒലിച്ചു പോകുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആളുകൾ എത്രത്തോളം അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്, എത്രത്തോളം ആളപായവും ആളുകളെ കാണാതാകുന്ന സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് നോക്കിക്കാണേണ്ടതാണ്. അതിന്റെ റിപ്പോർട്ടുകൾ ഉടൻ തന്നെ ലഭ്യമായി തുടങ്ങും. ഏതായാലും സൈന്യവും ദേശീയ ദുരന്ത നിവാരണ സേനയും പോലീസും സംയുക്തമായി രക്ഷാദൗത്യം ആരംഭിച്ചിട്ടുണ്ട്. ദേശീയ ദുരന്ത നിവാരണ സേനയുടെ കൂടുതൽ യൂണിറ്റുകൾ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ പുറത്തു വരുന്ന ദൃശ്യങ്ങൾ ഒരു ഭയാനകമായ അപകടം തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. അല്ലെങ്കിൽ അതിന്റെ ഗൗരവം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നതാണ്. അത്രയധികം വലിയൊരു മിന്നൽ പ്രളയമാണ് ധരാലി മേഖലയിൽ ഉണ്ടായിട്ടുള്ളത്. നിരവധി കെട്ടിടങ്ങൾ ഒലിച്ചു പോയിട്ടുണ്ട്. വിനോദ്.